നടക്കില്ല ചേച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ചേച്ചി. പൊന്നു മോളെ ഞാൻ കാല് പിടിച്ച് പറയാം. നമ്മളിപ്പോ ഷോ തുടങ്ങാറ് എല്ലാം ഇക്കയും രഞ്ജിനൊക്കെ നിൽക്കുന്നത് എല്ലാം റെഡിയാണ്. ഷോ പറ്റില്ല ചേച്ചി. നിന്റെ കാല് പിടിച്ച് ഞാൻ പറയാം. ഇത് നമ്മള് എപ്പോഴും ഇങ്ങനെ ഓരോന്നും കൊണ്ടുവരല്ലേ ചേച്ചി. പറ്റില്ല, നമുക്ക് ഷോ തുടങ്ങണം. എന്നോട് മര്യാദക്ക് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ലയോ? മര്യാദക്ക് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ലയോ? ഒരു കാര്യം പറയുമ്പോഴേ ഇങ്ങോട്ട് പുറത്തെല്ലാം പറഞ്ഞോണ്ട് പറയരുത് കേട്ടോ. ലോൺ എടുത്ത് തുടങ്ങുന്ന സംരംഭമാ. അതൊരു ആപ്പയെ ഉപ്പയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ പറ്റത്തില്ല. നല്ലൊരാളെ കൊണ്ട് എന്നെ അത് ഉദ്ഘാടനം ചെയ്യിക്കണം. അതിനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. പോയേ ചേർന്ന് എന്താ പ്രശ്നം? ഇക്ക നമസ്കാരം. ഇക്ക ഞങ്ങള് പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുമായിരുന്നേ. അത് ഇക്കയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം. നസീറയ്ക്കെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം ഭയങ്കര ആഗ്രഹം. അതിനുവേണ്ടി വന്ന എന്നെ കൊണ്ടോ? ഞാനും എന്റെ ആദ്യ ഭർത്താവും കൂടെ തുടങ്ങുന്ന ഒരു സംരംഭമാണ്. ആദ്യ ഭർത്താവോ? അയ്യോ അല്ല, ഞാനും എന്റെ ഭർത്താവും കൂടെ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭമാണ്. എനിക്ക് തിരിഞ്ഞു പോയതാ. അപ്പൊ അത് ഉദ്ഘാടനം ചെയ്യാൻ ഇക്ക തന്നെ വരണം. എവിടെയാണ്? പത്തനംതിട്ടയിലാ. അയ്യോ, പത്തനംതിട്ട ഒന്നും ഇത്രയും ദൂരം ഒന്നും ഇപ്പൊ വരാൻ പറ്റുമോ? അയ്യോ അതെനിക്ക് അറിയാം. ഇക്കയ്ക്ക് വരാൻ ബുദ്ധിമുട്ടാന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾ സംരംഭം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ ഫ്ലോറിലാ. ചേട്ടാ, ഈ കടയാണോ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത്? പിന്നെ 4 പരിപ്പൂടെയും 3 ഉള്ളിവടയും വിൽക്കാനായിട്ട് BMW കൊണ്ടുവരാൻ പറ്റുമോ? ഇനി തുടങ്ങിയിട്ട് വേണേ ഞങ്ങൾക്ക് ഒരു വലിയ സ്ഥാപനം ഇടാൻ വേണ്ടിട്ടേ. അല്ല, ഇതൊക്കെ തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഏത് കാലത്ത് വലുതാനാണ്? തുടക്കം തന്നെ നശിപ്പിച്ച കളയിലേക്കാ. സിനിമയുമായി ബന്ധപ്പെട്ട പേരുകളാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? എന്താണ് സംഭവം? ഇപ്പൊ ഉദാഹരണത്തിന് മേരാ നാം ബോളി, യമണ്ടൻ ഉണ്ടംപൊരി, കുമ്പളങ്ങി കുമ്പളപ്പം, കോടതി സമശം പാലും വെള്ളം, പിന്നെ വാസന്തി ലക്ഷ്മി ദോശയും. സ്പെഷ്യൽ വാസന്തി ഇത്. അപ്പൊ ലക്ഷ്മിയോ? ഞങ്ങളുടെ മൂത്ത മോള്. അപ്പൊ ദോശയോ? ദോശയിലേ ഇരിക്കുന്നേ. പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ഉണ്ട്, കട്ടപ്പനയിലെ വട്ടയപ്പം. അങ്ങനെയുള്ള സെലിബ്രിറ്റികൾക്ക് ഇഷ്ടപ്പെടുന്ന പേരുകളാണ് ഞങ്ങൾ ആഹാരങ്ങൾ. ഒരു വെറൈറ്റി ഉണ്ട് എന്തായാലും. അതെ അതെ. തട്ടുകടാണെങ്കിലും ഞാനാ വിളിച്ചത്. എന്നാത്തിന്? നമുക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ടിന് വേണ്ടിട്ട് വിളിച്ചതാ. എടി, അവൻ വന്ന് ഇവിടെ നശിച്ച് നാരായണക്കൽ ഇടിയല്ലേ. ഒന്നുമില്ല, അവൻ മിണ്ടത്തില്ല. ഇവനെ വിളിക്കേണ്ട വലിയ കാര്യമുണ്ടോ നിനക്ക്? എന്നാ ഇതെന്റെ അളിയന്റെ ബോണ്ട. ഈ ബോണ്ടയെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഈ മമ്മട്ടി മനു ആരാണെന്നറിയും. എന്റെ അളിയൻ തുടങ്ങുന്ന പുതിയൊരു പ്രസ്ഥാനമാണിത്. പല കുറവുകളും ഉണ്ടാവും. ചിലപ്പോ ചായക്ക് പഞ്ചാര കുറഞ്ഞെന്നിരിക്കും, പരിപ്പുടയിൽ പരിപ്പില്ലെന്നിരിക്കും, ഉഴുന്നുടക്ക് തുണയില്ലെന്നിരിക്കും. പക്ഷേ എന്റെ അളിയന്റെ ബോണ്ടയെ അധിക്ഷേപിച്ചാൽ ഈ മമ്മട്ടി മനു ആരാണെന്നറിയാം. അളിയനിങ്ങി വന്നേ. അളിയൻ എന്റെ ബോണ്ടെ ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി വന്നാണോ അതോ ഉദ്ഘാടനം കൂടാൻ വേണ്ടി വന്നാണോ? അങ്ങനല്ല അളിയാ, അളിയൻ പുതിയൊരു പ്രസ്ഥാനം തുടങ്ങിയല്ലേ. അളിയെ പിച്ചാത്തിയും കത്തിയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ആരെങ്കിലും അടുക്കുവോ? അങ്ങനെയല്ല, ചായ കുടിച്ചിട്ട് പൈസ അതിനകത്ത് പോയി കഴിഞ്ഞാൽ അത് അളിയനോട് ക്ഷീണമല്ലേ. അതൊക്കെ ഞാൻ മാറ്റോളൂ. അളിയൻ അതിന്റെ അകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ല. നമ്മൾ അവരെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് നിർത്തണം, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പറഞ്ഞതാണോ നിന്നോട് ഞാൻ? മനസ്സിലാവണ്ട. ഏക്കത്തിനെ വെട്ടി കൂട്ടി വെട്ടി അരിയാൻ. അളിയൻ അങ്ങനെ വെട്ടി എറിയാൻ നിർബന്ധമാണെങ്കിൽ ഇവിടെ കുറെ വിറക് കിടപ്പുണ്ട്, അത് വന്ന് വെട്ടി എറിഞ്ഞാൽ പോകാൻ നേരത്തെ ഒരു 150 രൂപ ഞാൻ തരാം. അതൊക്കെ ഒരു മര്യാദ കേടാണ്. ഒരു ഗുണ്ടേനെ നോക്കിയിട്ടാണ് പറയണത് വിറക് വെട്ടാൻ പറയുന്നത്. പെങ്ങൾക്ക് ചെലവിന് കൊടുക്കണോ? ഞാൻ കൊടുക്കണോ? എന്നാ അളിയ ഒന്ന് പോയിത്താ പ്ലീസ്. അല്ല, ഞാൻ പൊക്കോളാം. നിങ്ങൾക്ക് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അളിയൻ ഒന്ന് പോയി തന്നാ മതി. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, മമ്മട്ടി മനു ഈ പരിസരത്ത് കാണും. എടാ മോനെ, ഒരു ബോണ്ട കഴിച്ചിട്ട് പോടാ. വേണ്ട, എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണം. അത് വലിയ കാര്യമാക്കി എടുക്കട്ടെ. എന്നാ വന്ന് ഉദ്ഘാടനം ചെയ്യാമെങ്കിൽ ഞങ്ങൾ തുടങ്ങാമായിരുന്നു. ആ പുള്ളി ഇനി വരവില്ല അല്ലേ? ഇല്ല, ഒരു പ്രശ്നം. എന്റെ ആങ്ങളെയാ. ചെല്ലടാ. ഉദ്ഘാടനം ചെയ്യാം. കത്രികയില്ലേ? കത്രിയൊക്കെ ഈ ജുവലറിയും അതേപോലെ ടെക്സ്റ്റൈലും ഒക്കെ ഉദ്ഘാടനം ചെയ്യാനല്ലേ ഉപയോഗിക്കുന്നത്. ഇത് തട്ടുകടയില്ല, അപ്പൊ ഇത് മതി. അപ്പൊ ഇതുകൊണ്ട് ഞാൻ ആ റിബൺ മുറിച്ച് റിബണെ തൊട്ട് ഞാൻ കൈവിട്ടു. ഈ റിബണയിലാ 4 തൂണ് നിൽക്കുന്നത്. അതേ തൊട്ട് അതെല്ലാം കൂടെ അടിച്ചിട്ട് താഴെ പോയി. ഇതിപ്പോ അതൊന്നും ചെയ്യണ്ട. ഈ കത്തി കൊണ്ട് ഒരു സവാള എറിഞ്ഞ് ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി തിന്നേച്ചും പോകുക. അതാണ് ഉദ്ഘാടനം. ഞാൻ ഈ കത്തി കൊണ്ട് സബോള അരിഞ്ഞ് ഓംപ്ലേറ്റ് ഉണ്ടാക്കി അല്ലേ എന്നിട്ട് പോവാ. അത് നടക്കുന്നൊന്നുമില്ല. അല്ല, അങ്ങനെ പറയരുത് കേട്ടോ. എന്റെ ഈ കടയില് അംബാനി വന്നാ പോലും എന്റെ മുമ്പിൽ ഇരിക്കാറില്ല. അതെന്ത്? ഇവിടെ സീറ്റില്ല. അതുകൊണ്ട് നിന്ന് കഴിച്ചിട്ടാണ് പുള്ളി പോകുന്നത്. ഇതുകൊണ്ടൊന്നും അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്തേലും ഒരു പലഹാരം തിന്ന് ഉദ്ഘാടനം ചെയ്യോ? സ്നാക്സ്. അത് മതി. പഴംപൊരിയാ. ഒന്ന് പ്രാർത്ഥിച്ചിട്ട്.
പ്രിയമുള്ളവരെ, ഓക്കെ അല്ലേ? പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റും സിനിമാ നടനുമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന കോട്ടയം നസീർ നമ്മുടെ കട അങ്ങനെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ വളരെ സന്തോഷം. ശരിയാണ്, ശരിയാണ്. ഓക്കെ. അല്ല, തന്നില്ലായിരുന്നു. എന്നാ? ക്യാഷ് തന്നില്ല അയ്യോ, അത് വേണ്ട വേണ്ട, ക്യാഷ് ഒന്നും വേണ്ട. നിങ്ങളെ ചെറിയ കട ഉദ്ഘാടനം ചെയ്തതിന് ഞാൻ ക്യാഷ് മേടിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ദ്രോഹമായി പോകും. അല്ല, കാശ് അങ്ങോട്ടല്ല, ഏ? ഇത് തിന്നതിന്റെ കാശേ തന്നില്ലായിരുന്നു. ഏത് ഇത് തന്നെ? ഞാൻ ഉദ്ഘാടനം ചെയ്തല്ലേ ഉള്ളൂ. ആ, നിങ്ങൾ ഉദ്ഘാടനം ചെയ്തോ? ആ. ഞാൻ അതിനായിട്ട് അതിപ്പോ ഉദ്ഘാടനം മംഗളമായിട്ട് കഴിഞ്ഞു. അതെ. ഞാനിപ്പോ ചോദിച്ച ഇതിന്റെ പൈസയാണേ. അല്ല, ഇതിന്റെ പൈസ ഞാൻ ഉദ്ഘാടനം ചെയ്ത ആളെ ഞാനിങ്ങനെ പൈസ അല്ല, ഉദ്ഘാടനം ചെയ്യുമ്പോ നിങ്ങൾ പൈസ ഉള്ളവരൊക്കെ വാങ്ങിച്ചു. ഞാനിതൊന്നും അല്ല ചോദിച്ചത്, നമ്മുടെ പഴംപൊരി തിന്നതിന്റെ ആ പൈസ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ. ഞാനിപ്പോ ഇത് കുറച്ചൊന്ന് കടിച്ചല്ലേ ഉള്ളൂ. ആ. നിങ്ങൾക്ക് ഇത് വേണേ മറച്ചു വെക്കാവല്ലോ. അതിന് പകുതി തിന്നാനായിട്ട് ഇതിന്റെ സിൽക്ക് സ്മിത് എന്ന ആപ്പിളാണോ? ഇത് കോട്ടയം നസീർ എന്ന ഏത്തക്കാപ്പ എന്ന് പറഞ്ഞാൽ പൂച്ചക്ക് ഇട്ട് കൊടുത്താൽ അതുപോലും തിന്നിയല്ല. അതുകൊണ്ട് കാശ് വന്നിട്ട് പോ പ്ലീസ്. വലിയ തടിയൊക്കെ ഉണ്ടല്ലോ, എന്താണ് ഒരു 10 രൂപ കയ്യിലില്ലയോ? അല്ല, തിന്ന കാശല്ല, അല്ല ഞാൻ വായ്പ ഒന്നും ചോദിച്ചല്ലേ. ഞാൻ പൈസ തരില്ല. ഇത് ഇല്ല. എന്നാ കടിയാ തിന്നതിന് കാശ് ഞാനിത് നാളെ എന്റെ 10-30 കൊല്ലമായിട്ട് ഞാൻ എത്ര കട ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. എന്റെ ആയത്ത് അനുഭവം ഇത്. ആ, ഞാനും 10-28 കൊല്ലമായിട്ട് ആയി നടത്തും. അപ്പൊ കാശ് തരാതെ പോവാണോ? എന്താ കാശ് തരാൻ? ഉളുപ്പ് വേണം, ഉളുപ്പ്. കൈനീട്ട കച്ചവടം മടക്കാണ്ട് ഞണ്ണീച്ചങ്ങ് പോവല്ലേ? കാശ് ചോദിക്കുമ്പോ നാണക്കടനാ. നിങ്ങളെ പോയി എന്നാ സെലിബ്രേറ്റ് ചെയ്യാ? പാവങ്ങളൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോ അതിനെ പ്രോത്സാഹിപ്പിക്കല്ല, തിന്ന് മുടിപ്പിക്കുകയാണോ? ഇങ്ങനെയൊക്കെ അങ്ങോട്ട് തുടങ്ങിയാൽ എങ്ങനെയാ പാവങ്ങൾക്ക് ജീവിക്കണ്ടായോ? അപ്പൊ തരത്തില്ല, എന്നാ തരികയല്ലേ കാശ്? ഒന്നും അറിയണല്ലോ. നീ ഇവിടെ നിൽക്കടി. ഉദ്ഘാടനം ചെയ്ത് കൊടുത്തതും പോരാ, എന്നിട്ട് കാരണം ഞാൻ അങ്ങോട്ട് തേമ്പ് ചെയ്യാൻ തരും. ഞാൻ പറഞ്ഞ കേട്ടോ, എന്റെ പഴയ സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ട്. ചേട്ടനൊക്കെ ഇറുക്കിട്ടോട്ട് തോണ്ട് കൊടുത്തങ്ങ് വിടാൻ വയ്യായിരുന്നു. പോട്ടെ, ഞാൻ ക്ഷമിക്കുന്നല്ലേ, എനിക്ക് ഒരു പരിധിയില്ലേ. ആ, നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? അതെ, ഒരു കാര്യമില്ലായിരുന്നു. അളിയനൊന്ന് ഇവിടം വരെ ഒന്ന് വരണം. ആ കോട്ടയം നസീറേ, എന്റെ കടയിൽ കയറി മുക്കം വെട്ടി മെഴുങ്ങിയിട്ട് പൈസ വെച്ചപ്പോ തരികയായിരുന്നു. എനിക്കിട്ട് തല്ലൂന്ന് പറഞ്ഞ് പോയിരിക്കുക. ഓക്കെ അളിയ, ഒന്ന് വാ. അളിയൻ പറ്റേ കാണിച്ചരേ. നീ മേലിൽ ഇങ്ങനെ ഉണ്ടാകരുത്. അളിയൻ പറട്ടെ. അളിയൻ പറ്റേ. എന്നാ ചെയ്യും? എന്നാ ചെയ്യാനായിട്ട് നീ ഒരു കാര്യം ചെയ്യും. മറ്റേപ്പുറമായിരിക്കും താടി വെച്ചിരുന്നു ആദിശക്ക. ചെന്ന് പറ, അവതാ പറഞ്ഞാല് മനസ്സറിയുന്നൊരു ഹൃദയവാ. എന്തെങ്കിലും സഹായം ചെയ്തു തരാൻ പറ. കടം മേടിക്കാൻ എന്നെയാണല്ലോ നിങ്ങൾ വിടുന്നതൊക്കെ. കാര്യം ലേഡീസ് ചെല്ലുമ്പോഴാണ് ഈ ആണുങ്ങൾക്ക് തരാനായിട്ടൊരു താല്പര്യം. അതുകൊണ്ടാണ് ചെല്ലും. എന്താ ഉദ്ഘാടനോ? ഞാനില്ല. അല്ലേ, ഉദ്ഘാടനം ഒന്നും ചെയ്യണ്ട. പിന്നെ ആണെങ്കിലേ ഇക്ക നമ്മുടെ കട പുതിയതായിട്ട് തുടങ്ങിയായിരുന്നല്ലോ. ഇക്ക അത് വന്നിട്ട് ആ പഴംപൊരി ഒന്ന് ആശീർവദിച്ചിട്ട് പോകും. അതെ, പഴംപൊരി ആശീർവദിക്കുക. ഞാൻ എന്താണ് ഈ അങ്ങനെ ആശീർവദിക്കുന്ന ആളല്ല. അല്ല, ഒന്ന് വരുമോ? ഒന്ന് വന്നിട്ടേ ഒരു സന്തോഷം. അത് എന്തെല്ലാം അല്ല, പഴം കാശ് വയ്ക്കാൻ വേണ്ടിയാണോ? എന്തൊരു പ്രതീക്ഷയോട് വന്ന് കാണിച്ചു. ഇത് ആശീർവദിക്കാൻ കൊണ്ടുപോകണം, അത് വധിക്കാൻ കൊണ്ടുപോകണം. ഭയങ്കര കരച്ചില്. അല്ലേ വന്ന് തിരിച്ചു കാശ് വെച്ചപ്പോ മുട്ടാപ്പൊക്കെ പുറത്തിട്ട് പോട്ടെ ഇറങ്ങി പോയി. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ആകുമല്ലോ. ഒരു മിനിറ്റ് കരയല്ലേ, എന്താ വേണ്ടത്? എന്തേലും ഒരു ഹെൽപ്പ് കിട്ടുമായിരുന്നു, ഞങ്ങൾക്ക് ഈ കടയൊന്ന് പുഷ്ടിപ്പെടുത്തായിരുന്നു. എന്ത് ഹെൽപ്പാ ഉദ്ദേശിക്കണെന്ന്? ഇനി വന്നേ ഒരു സെക്കൻഡ്. സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടാ? പ്ലീസ്, ചെറിയ സഹായം, കുഞ്ഞത് മതി. അനുഭവിക്ക്. എന്ത് ഇവിടെ നിന്ന് ചിരിച്ചില്ലായിരുന്നു ഞാൻ അവിടെ നിന്നപ്പോ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു 25,000 രൂപ ചോദിക്കും. 25? ആ, ചോദിക്കാം. അതിലൊന്നും ബലത്തിൽ പിടിക്കണ്ട, അത് അത്ര സേഫ് അല്ല. ഇക്ക വട്ടിപ്പൊലശിക്ക് കടമെടുത്തായിരുന്നേ, ഒരു 25,000 രൂപ വരൂ. 25,000 രൂപ തരുവാണെങ്കിൽ ഞങ്ങളത് മംഗളമായിട്ട് കുറച്ചുകൂടെ മേളിലൊക്കെ ഇതൊക്കെ ഇട്ട് തുടങ്ങിക്കോളൂ. 25,000 രൂപ? 25,000 രൂപ. ഒരു പണി, നിങ്ങളുടെ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ട് ഞാൻ വേറെ ഒരു പണിയാ. ഞാനൊരു 50,000 രൂപ തരാം. 50,000 രൂപ ഉണ്ടോ? ഈ അവസ്ഥ ഇങ്ങനെയല്ലേ? ഒന്നേരവേ, നീ ഒറ്റ ഒരു 25 ചോദിച്ചേ. 50 ചോദിച്ചിരുന്നല്ലോ. നിങ്ങളുടെ വായിക്കാത്ത എന്തായിരുന്നു? നിങ്ങൾക്ക് ചോദിക്കാൻ ചോദിക്കാൻ ചെന്നത്. എന്തൊക്കെ അല്ല, നീ അല്ലേ ചോദിക്കണ്ടു. ഇതൊന്നും ഒന്നുമല്ല, വീട്ടിൽ ഇതിന് മേളിൽ അവളെ എനിക്ക് തരുന്നറിയോ? കഷ്ടം കേട്ടോ. അതെ, ഇവള് ചോദിച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പോയതാ. സത്യത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളതും ചോദിക്കാനിരുന്നതും 50,000 രൂപ ആയിരുന്നു. 50,000 രൂപ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഇവൾക്ക് തെറ്റിപ്പോയതാ, 25 പോയതാ. ശരി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? 50,000 രൂപ വേണം. എന്നാ പിന്നെ ഞാനൊരു പണിയാ. നിങ്ങൾ 50,000 അല്ലേ ചോദിച്ചത്? ഞാൻ ഒരു 25,000 രൂപ. അല്ല, അങ്ങനെയല്ലല്ലോ ആ കളി. ആ കളി ഇങ്ങനെ, ഞാൻ ആദ്യം 25 ചോദിച്ചപ്പോ 50 തന്നു, പിന്നെ 50 ചോദിച്ചപ്പോ 1 തരണ്ട. അല്ല, ഈ കളി ഇങ്ങനെയാണ്.
ഈ കളി കളിയിൽ എന്തോ മിസ്റ്റേക്ക് ഒരു വന്നിട്ടുണ്ട്. മിസ്റ്റേക്ക് വന്നില്ല. ഈ കളി ഇങ്ങനെയാ. മര്യാദയ്ക്ക് 50,000 തരാമെന്ന് പറഞ്ഞാണോ? എന്നാ പിന്നെ നിന്റെ വായിക്കാത്ത എന്നെ വരുത്തടി. നിനക്ക് ഒച്ചപ്പാടുണ്ടാക്കണ്ട, ഞാൻ ഇത് എഴുതട്ടെ. 25,000 രൂപ ഞാൻ തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? താണ്ട വരുന്നു. മിസ്റ്റർ കോട്ടയം നസീർ, എന്റെ അളിയന്റെ കടയിൽ വന്ന് ഫുഡ് അടിച്ചിട്ട് പൈസ കൊടുക്കാതെ ഇവിടെ ഇരുന്ന് പാരഡി എഴുതുന്നു. അയ്യോ, ഐ, അത് അല്ല, ഐ, മമ്മട്ടി മനു. എന്ത്? എങ്ങനെയുണ്ടളിയാ? നന്നായിട്ടുണ്ടാ. താങ്ക് യു. എടാ കിഴങ്ങ, നീ എന്നതാണ് കാണിച്ചത്? ഞങ്ങൾക്ക് തരാൻ 25,000 രൂപ ചെക്ക് എഴുതിയല്ലേ നീ പാട്ട് ചെയ്യുന്ന പിച്ചക്കറി അന്തരീക്ഷത്തിലേക്ക് പറപ്പിച്ച്? ആണോ ഇത്? കോട്ടയം നസീർ നാദിഷായ? എന്റെ പൊന്നു സഹോദര, ഞാൻ നമ്മളെ പോലും തിരിച്ചറിയാൻ പാടില്ലാത്ത ഈ ഒരു പരിപാടിക്ക് വേണ്ടി വിളിക്കരുതായിരുന്നു കേട്ടോ. വേറെ സ്പെയർ ചെക്കിരിപ്പുണ്ടോ? വേറെ ചെക്കിന്റെ അല്ല, ഞാൻ ഇല്ല, ഇനി ഇത് തന്നില്ല. അല്ല, ഈ കളി എന്തേലും ഒന്ന് സഹായിച്ച്. അല്ല, ഈ കളി ഇങ്ങനെ മതി. അല്ല, ഇത്ര ആ മതി. കളി അങ്ങ് പൂർണ്ണമായിട്ടില്ല. അതാ, അതാണ്. അതാ, അതാ, തൊലയ്ക്കാൻ വേണ്ടി നടക്കുവാന്നോ നീ? തൊലയ്ക്കാൻ വേണ്ടി നടക്കുവാന്നോ? നിന്റെ പെങ്ങളെ ഞാൻ ജീവിപ്പിക്കണോടാ. സോറി. ഉണ്ട് എന്നെ സോറി. അവൻ അന്നേരം കയറി വന്നിരിക്കുന്നു. ഇറങ്ങി പോടാ ഇതിനകത്ത്. നീ ഏരിയ കണ്ടുപോരുത്. ഭയങ്കര കഷ്ടമായിപ്പോയില്ലോ. 25,000 തരാന്ന് പറഞ്ഞു, അത് പോയില്ലേ? അതിനിപ്പോ എന്ത് ചെയ്യും? കോട്ടയം നസീറിനെ ഒന്നുകൂടെ പിടിച്ചു നോക്കൂ. ഇച്ചിരി ഒന്ന് നീ ഒന്ന് സൂചിപ്പിച്ചാൽ പൊങ്ങി പോകുന്ന ഒരാളാത്. പ്ലീസ്, എനിക്കൊക്കെ പറ്റുമോ? നിനക്കേ പറ്റുള്ളത്. ഇക്ക നസീറിക്ക, ഇക്ക വന്നൊരു പഴംപൊരി എന്നതിന്റെ ഇത്രയും ബഹളമൊക്കെ ഉണ്ടായത്. അതിനെ ചുറ്റിപ്പറ്റിയ കഥയൊക്കെ ഇങ്ങനെ വന്നത്. മനസ്സിലായി. ഇനിയിപ്പോ എന്നാ? ഇക്ക ഞങ്ങക്ക് കഷ്ടപ്പാടും ദുരിതവും ഒക്കെയാ. പോണ്ട, 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 പോണ്ട. ഇക്ക ഒന്ന് വന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യിക്ക. ഹരിയാനോ? ഞാൻ കാല് പിടിക്ക, വായിക്ക, പ്ലീസ് വാ. വായിക്ക. ഇതിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാനാട്ടാ പഴപ്പൊരി. അടുത്ത പണി എന്നാന്നുള്ളത് നോക്കട്ടെ. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് നല്ല മനസ്സിന്റെ ഉടമയാണ്. അതെ, അദ്ദേഹത്തിന്റെ വിശാല ഹൃദയന. അത് ആ വിരിവ് കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. ശരീരം മുഴുവൻ മനസ്സാ. ആണോ? അയ്യോ, അത് മനസ്സിന് കൈയും കാലും കിളുത്തതാ. എന്നാ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം ഇക്ക. ഇപ്പൊ കണ്ടല്ലോ, 25 രൂപ എഴുതിയതാണ് നാൽശായ്ക്ക. അത് അളിയൻ വന്നിട്ട് അത് പിച്ചിക്കീറി ദൂരെ കളഞ്ഞു. അപ്പൊ എന്തെങ്കിലും സഹായം ചെയ്യാൻ ഞങ്ങൾക്ക് ഈ കട എന്തെങ്കിലും സഹായം ചെയ്താൽ കടം കൊടുക്കുന്ന നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളല്ലോ. ഇനി ഈ വക തരിയുടെ പരിപാടിയായിട്ട് നടക്കുകയല്ലോ. ഞങ്ങൾ ഒതുങ്ങി ജീവിച്ചോളാം. നീ കരയണ്ട, പോക്കറ്റിൽ നിന്ന് ചെക്ക് എടുത്തു. ഇതേ വന്നിട്ടതിലെ കൂടെ വന്നു. മിസ്റ്റർ കോട്ടയം നസീർ, എന്റെ അളിയന്റെ കടയിൽ വന്ന് ഫുഡ് അടിച്ചിട്ട് പണം കൊടുക്കാതെ എനിക്കെതിരെ പെറ്റീഷൻ എഴുതുന്നു. ഓക്കെ ലളിയ? ഭയങ്കര ഓക്കെയാടാ. താങ്ക് യു. നന്നായിട്ടുണ്ട്. പേരില്ലേ? പിന്നെ ഞാൻ ചെക്കിന്റെ വലിയ ബുക്കുമായിട്ടല്ല നടക്കുന്നത്. അല്ലെ ഒന്നും എങ്ങനെയുണ്ടായ എന്റെ പെർഫോമൻസ്? എടാ, ഞങ്ങൾക്ക് തരാനുള്ള 25,000 രൂപ ചെക്കാടാ നീ വലിച്ചു കയറി ദൂരെ കളഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ജീവിക്കണ്ടേടാ. പ്രിയമുള്ളവരെ, ഈ തട്ടുകടയുടെ ഉദ്ഘാടനം ഞാനിവിടെ ഔപചാരികമായി നിർവഹിച്ചിരിക്കുന്നു. താങ്ക് യു.